ഹായ്, വിലായത്ത് ബുദ്ധ കാണണോ അതോ എക്കോ കാണണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ രാവിലെ ഉണ്ടായിരുന്നു. പിന്നീട് ചിന്തിച്ചപ്പോൾ കിഷ്കിന്ധാകാന്ഡം ടീമിൽ നിന്ന് വരുന്ന മറ്റൊരു സിനിമയാണ് എക്കോ. എന്നാൽ പിന്നെ അത് കണ്ടു കളയാം എന്ന് വിചാരിച്ചു. അങ്ങനെ തിയേറ്ററിലേക്ക് പോയി. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമ മികച്ചൊരു സിനിമയായിരുന്നു. സ്ലോ പേസിൽ കഥ പറഞ്ഞ് നല്ല രീതിയിലുള്ള സസ്പെൻസും കാര്യങ്ങളൊക്കെയായി മുന്നോട്ട് പോയ ഒരു സിനിമയായിരുന്നു. മികച്ച സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്കോയ്ക്കും ആ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ സിനിമയുടെ ഇൻ്റർവെൽ അവസാനിക്കുന്നത് വരെയും ഉണ്ടായിരുന്നു. അതായത് ഇൻ്റർവെൽ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയത്. സ്ലോ പേസിൽ അത്യാവശ്യം സസ്പെൻസും കാര്യങ്ങളൊക്കെയായി മികച്ച രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ. അതായത് സ്ലോ പേസിലാണെങ്കിൽ നമ്മളെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. പിന്നീടും അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ക്ലൈമാക്സിനോട് അടുക്കുന്നു. നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷയ്ക്കും ഒരുപാട് മുകളിലാണ് ക്ലൈമാക്സ് എന്ന് എടുത്തു പറയുന്നു. ഞെട്ടിപ്പിച്ച് കളഞ്ഞു. അതായത് നമ്മളുടെ പ്രതീക്ഷയ്ക്കും ഒരുപാട് മുകളിൽ അതിൻ്റെ ക്ലൈമാക്സ് കയറുന്നു. അമ്മാതിരി സസ്പെൻസ് ഞെട്ടിച്ച് കളഞ്ഞു. ഇങ്ങനെയാവണം സിനിമ. പ്രതീക്ഷയ്ക്ക് മുകളിൽ വരണം. എക്കോ ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കി. കാരണം നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കും മുകളിലാണ് ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു രക്ഷയില്ല. സിനിമയുടെ 95% കണ്ടു തീർത്തപ്പോൾ ഒരു മികച്ച സിനിമ എന്ന് തന്നെ പറയാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ക്ലൈമാക്സ് കണ്ടപ്പോൾ പൊളിച്ചടുക്കി. മികച്ചതല്ല, മികച്ചതിലും മികച്ചത്. അമ്മാതിരി ക്ലൈമാക്സ് ആണ്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ്. വലിയ സംഭവ വികാസങ്ങളൊന്നുമല്ല, പക്ഷെ ഞെട്ടിച്ചു കളഞ്ഞു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ്. എന്താണ് സസ്പെൻസ് എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്വാദനത്തെ ബാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് തിയേറ്ററിൽ വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. OTTയിൽ കണ്ടാലും ഒരു പ്രശ്നമല്ല. ഗംഭീര പടമാണ്. ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോൾ കണ്ടവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ആരെങ്കിലും വിലായത്ത് ബുദ്ധ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായവും രേഖപ്പെടുത്തുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.